അൽഫോൺസ് പുത്രൻ എന്ന പ്രതിഭാധനനായ സംവിധായകന്റെ ഇപ്പോഴത്തെ അവസ്ഥ അദ്ദേഹത്തിന്റെ പ്രേക്ഷകരെ ഒരേ സമയം അമ്പരപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നേരം, പ്രേമം എന്നീ സിനിമകളിലൂടെ മലയാള സംവിധായകരുടെ കൂട്ടത്തിൽ മികച്ച സംവിധായകരിൽ ഒരാൾ എന്ന് പേരെടുത്ത ആളാണ് അൽഫോൺസ് പുത്രൻ. സാങ്കേതികപരമായും അവതരണം കൊണ്ടും ഓരോ ഷോട്ടും മികച്ചു നിന്ന വേറിട്ട് നിന്ന സിനിമകളായിരുന്നു ഇവ രണ്ടും. അതുകൊണ്ട് തന്നെ അൽഫോൺസ് പുത്രന്റെ സിനിമ എന്ന ടാഗോടെ ഗോൾഡ് എത്തിയപ്പോൾ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷ തന്നെയാണ് ഉണ്ടായിരുന്നത്. ആ പ്രതീക്ഷയിലെത്താൻ ഗോൾഡിന് സാധിച്ചില്ല. നയൻതാരയെയും പൃഥ്വിരാജിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഒരുക്കിയ ഗോൾഡ് വൻ പരാജയം നേരിട്ടതോടെ ഗോൾഡിനെ ചിലർ പദ്ധതിയിട്ട് പരാജയപ്പെടുത്തിയതാണ് എന്ന നിലപാടിൽ അൽഫോൺസ് പുത്രൻ രംഗത്തെത്തിയിരുന്നു. ഇന്നും ആ കുറ്റാരോപണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ പ്രമോഷൻ സമയത്ത് തനിക്ക് സുഖമില്ലായിരുന്നു എന്നും ആ സമയത്ത് നല്ല രീതിയിൽ പ്രമോഷൻ കൊടുക്കുന്നതിന് പകരം ഇതൊരു അൽഫോൺസ് പുത്രൻ സിനിമയാണ് എന്നും മാത്രമാണ് താരങ്ങൾ പറഞ്ഞതെന്നും മുഴുവൻ ഉത്തരവാദിത്വവും തന്റെ തലയിലാക്കി വെച്ചു എന്നുമൊക്കെ അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു. വിവാദം തുടരുന്ന ഈ സാഹചര്യത്തിൽ സിനിമ പരാജയപ്പെട്ടതിനെ കുറിച്ച് നടൻ പൃഥ്വിരാജ് പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നുണ്ട്. സലാറിന്റെ പ്രമോഷൻ സമയത്താണ് പൃഥ്വിരാജ് ഗോൾഡിന്റെ പരാജയത്തെക്കുറിച്ച് സംസാരിച്ചത്. പൃഥ്വിരാജ് പറയുന്നത് ഇങ്ങനെയാണ്: സിനിമ വിജയിച്ചില്ല എന്ന് പറഞ്ഞാൽ ആ സിനിമയ്ക്ക് പ്രേക്ഷകരുമായി കണക്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നതാണ് സത്യം. പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ, അവരെ കണക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് സിനിമ ചെയ്യുന്നത്. അത് കണക്ട് ആയില്ലെങ്കിൽ പരാജയപ്പെടും, അത്രയേ ഉള്ളൂ. സിനിമ വിജയമോ പരാജയമോ എന്ന് തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ് എന്ന് കരുതി ഒരു സിനിമയും മോശമാകണമെന്നില്ല എന്നും പൃഥ്വിരാജ് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം സിറ്റി ഓഫ് ഗോഡ് എന്ന സിനിമ പേഴ്സണൽ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒന്നാണെന്നും ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ആ സിനിമയും അതിലെ കഥാപാത്രവും വളരെ പ്രിയപ്പെട്ടതാണെന്നും പക്ഷേ ആ സിനിമ തിയേറ്ററിൽ വിജയിച്ചില്ല എന്നും പൃഥ്വിരാജ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. മുൻപ് അൽഫോൺസ് പുത്രൻ സംവിധാനം നിർത്താൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെയാണ് അദ്ദേഹം അങ്ങനെ ഒരു പോസ്റ്റ് അന്ന് പങ്കുവച്ചത്. ഷെയർ ചെയ്ത് കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ആ പോസ്റ്റ് അദ്ദേഹം ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷെ അപ്പോഴേക്കും പോസ്റ്റ് ട്വിറ്ററിലൊക്കെ ട്രെൻഡിങ് ആയി കഴിഞ്ഞിരുന്നു. സിനിമാ തിയേറ്റർ ജീവിതം അവസാനിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പങ്കുവച്ച ആ കുറിപ്പിൽ പറഞ്ഞത്. തനിക്ക് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന രോഗാവസ്ഥയുണ്ടെന്ന് തിരിച്ചറിഞ്ഞുവെന്നും മറ്റാർക്കും ഭാരമാകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് അൽഫോൺസ് പുത്രൻ അന്ന് എഴുതിയത്. ഒപ്പം തന്നെ സിനിമ അവസാനിപ്പിക്കാൻ തനിക്ക് ആഗ്രഹമില്ലെന്നും പക്ഷെ അതല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നുമാണ് ഈ പോസ്റ്റിൽ കുറിച്ചത്. ഇതിനൊപ്പം കൺഫ്യൂസിംഗ് ആയ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. പറഞ്ഞ വാക്ക് പാലിക്കുമെന്ന് ഉറപ്പ് നൽകാൻ കഴിയില്ല എന്നും ആരോഗ്യം മോശമാകുമ്പോൾ അല്ലെങ്കിൽ പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുമ്പോൾ ഇന്റർവെൽ പഞ്ച് പോലെ ഒരു ട്വിസ്റ്റ് നല്ലതാണ് എന്നുകൂടി അദ്ദേഹം ഈ ഒരു കുറിപ്പിൽ ഉൾപ്പെടുത്തിയിരുന്നു. ആരോഗ്യത്തോടെ ഇരിക്കാൻ കഴിയാത്തതിന് അദ്ദേഹം എല്ലാവരോടും ക്ഷമ ചോദിക്കുകയും ചെയ്തിരുന്നു. പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം താൻ പാട്ടുകളും വീഡിയോകളും ഷോർട്ട് ഫിലിമും ചെയ്യുന്നത് തുടരും എന്നതാണ്. OTTക്ക് വേണ്ടി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു.